നമസ്കാരം. ട്രംപിന് എവിടെ തൊട്ടാലും തിരിച്ചടി തന്നെയാണ്. ലോകം മുഴുവൻ ട്രംപിനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. സതുദ്ദേശത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ചെയ്യുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ വലിയ ചതിക്കുഴികളാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒടുവിൽ ഇറാനെതിരെ യുഎസിന്റെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കെ ഇറാനെ പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ട്രംപിന് അത് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് കിരീടാവകാശി ഇക്കാര്യം ഉറപ്പു നൽകിയത്. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കുന്ന സൗദിയുടെ നിലപാട് കിരീടാവകാശി ആവർത്തിച്ചു. മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സൗദിയുടെ പിന്തുണ വാഗ്ദാനവും ചെയ്തു. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് പെസഷ്കിയാൻ വിശദീകരിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പുരോഗതിയും പെസഷ്കിയാൻ പങ്കുവച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. യുഎസിനെതിരെ കടുത്ത നിലപാടുമായി നേരത്തെ യുഎഇയും രംഗത്തെത്തിയിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികളോട് സഹകരിക്കില്ല എന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇറാനെതിരായ ഒരു സൈനിക നടപടിക്കും യുഎഇയുടെ വ്യോമ, കര, സമുദ്ര അതിർത്തികൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾ, രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുക, രാജ്യങ്ങളുടെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയാണ് മാർഗങ്ങളെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലോകം ഒരിക്കൽ കൂടി സൈനിക സംഘർഷത്തിന്റെ അതിർരേഖയിൽ നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും യുദ്ധത്തിന്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. സൈനിക നീക്കങ്ങൾ, ഭീഷണികൾ, വിദേശ നയത്തിലെ തർക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ട്രംപിന്റെ ഭരണകാലത്തെടുത്ത ചില എക്സ്ക്ലൂസീവ് സൈനിക നയതന്ത്ര നിലപാടുകളുടെ പ്രതിഫലനമാണ് എന്ന് വേണം വിലയിരുത്താൻ. ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാന്റെ മേൽ യുഎസ് ഭീഷണികൾ പലപ്പോഴും ഉയർത്തപ്പെട്ടു. അർമാഡ പോലുള്ള സൈനിക ശക്തികൾ ഇറാന്റെ സമീപത്ത് വിന്യസിക്കുകയും വലിയ സൈനിക ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് യഥാർത്ഥ പ്രശ്ന പരിഹാരത്തിനും കർമ്മ നിർവഹണത്തിനും പകരം ലോകത്തെ വീണ്ടും യുദ്ധ ഭീഷണിയിലേക്ക് നയിക്കുന്ന ഒരു നടപടിയായി മാറിയെന്നതാണ് വസ്തുത. സൗദി അറേബ്യ, യുഎഇ തുടങ്ങിയ പ്രധാന ഗൾഫ് രാജ്യങ്ങൾ യുഎസിന്റെ സൈനിക നീക്കങ്ങൾക്ക് അവരുടെ വ്യോമാതിർത്തി, ഭൂപ്രദേശം എന്നിവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തു. ഇത് ട്രംപിന്റെ ഏകമുഖ സൈനിക നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി. ലോക സമുദായത്തിന്റെ കാഴ്ചപ്പാടിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഈ നിലപാട് സൈനിക ഭീഷണികളെ നേരിട്ടും ശക്തമായും നിരാകരിക്കുന്നതാണ്. ട്രംപിന്റെ ഭരണകാലത്ത് നടത്തിയ സൈനിക നീക്കങ്ങൾ മനുഷ്യാവകാശത്തെയും അന്താരാഷ്ട്ര നിയമത്തെയും ലംഘിക്കുന്ന തരത്തിലാണ്. ഇറാനിൽ വലിയ ജനപ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് സൈനിക ഭീഷണി ഉയർത്തിയത് മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ പേരിൽ തെറ്റായ പ്രാധാന്യം നൽകുന്നു. ഇതിലൂടെ അന്താരാഷ്ട്ര നിയമവും ഡിപ്ലോമാറ്റിക് വഴികളും അവഗണിക്കപ്പെടും. സൈനിക മറുപടി രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ വളർത്തുന്നു. ഇതൊക്കെ മരണവും നാശവും മാത്രമേ ഒടുവിൽ വരുത്തൂ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട വസ്തുത. ട്രംപിന്റെ നീക്കങ്ങൾ ലോകത്തിന്റെ ഭാവി, അന്താരാഷ്ട്ര സമാധാനം, ഗൾഫ് പ്രദേശങ്ങളുടെ സുരക്ഷ എന്നിവയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. അമേരിക്ക സൈനിക ശക്തി പ്രദർശിപ്പിക്കുമ്പോൾ ഡിപ്ലോമസി, ചർച്ച, നിയമപരമായ മാർഗങ്ങൾ എന്നിവ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഇതിനെ ശക്തമായി നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകുന്നു, സൈനിക ശക്തി ഒരു പരിഹാരമല്ല എന്ന്. സാക്ഷാൽ സമാധാനം നിലനിർത്താനുള്ള മാർഗം ഡിപ്ലോമസി, ചർച്ച, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയാണ്. ട്രംപിന്റെ നീക്കങ്ങൾ സൈനിക ശക്തിയെ മുൻനിർത്തിയതിനാൽ അത് യുദ്ധത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഇത് ലോക സമുദായത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും തീവ്ര ഭീഷണി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. യുദ്ധത്തിന്റെ വില മനുഷ്യജീവിതവും രാജ്യങ്ങളുടെ ഭാവിയും മാത്രമല്ല, ആഗോള സമാധാനവും തകർക്കാൻ കെൽപ്പുള്ളതാണ്. സൈനിക ഭീഷണികൾ മനുഷ്യാവകാശ സംരക്ഷണത്തിനോ ജനാധിപത്യ നിലവാരത്തിനോ മുകളിലല്ല, മറിച്ച് ലോകത്തെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ് എന്നതാണ് വാസ്തവം.